നല്ല കളിയായിരുന്നു കേട്ടോ. ഞാൻ പറയട്ടെ, ഇവർ 190 പേര് എത്തിയില്ലേ, അത് ആരും പ്രതീക്ഷിച്ചോ? നമ്മൾ ആദ്യത്തെ ഇന്നിങ്സ് കാണുമ്പോൾ ഞാൻ വൈകി എത്താൻ ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും 15ാമത്തെ ഓവർ ആയിക്കഴിഞ്ഞു. നേരെ നമ്മൾ നോ ലോസ് ആയിരുന്നു. ഞാൻ ഇരുന്നൊക്കെ സെറ്റ് ചെയ്ത് മാച്ച് കാണാൻ തുടങ്ങുമ്പോഴേക്കും 2 ഓപ്പണറും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ദുർഭാഗ്യം കൊണ്ടുവന്നു ഇന്ത്യൻ ടീമിലേക്കാണ്. പക്ഷേ അവസാനത്തിൽ റിച്ച അടിച്ച ശേഷം ഒരു 220 ആയപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെ മാച്ച് കളിച്ചപ്പോൾ അവർ 10 ഓവർ കഴിയുമ്പോൾ അവരായിരുന്നു ലീഡിൽ. നമ്മൾ 10 ഓവറിൽ 100 അടിച്ചിട്ടുണ്ടായിരുന്നു, അവർ 10 ഓവറിൽ 102 പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബോളേഴ്സ് കുറച്ചൊക്കെ ടൈറ്റൻ ചെയ്യാൻ സാധിച്ചു. നല്ല കളിയായിരുന്നു. എനിക്കത് ഡ്യൂ ഫാക്ടർ അല്ല, സ്മോഗ് ഫാക്ടർ. അവിടെ ബോൾ കാണാൻ സാധിക്കില്ല, ഫോഗും സ്മോക്കും എയർ പൊല്യൂഷൻ. അല്ല, അത് മാത്രമല്ല, നമ്മൾ 3 മാച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, 3 പിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചില IPL ടീമുകളും ഇവിടെ വന്ന് കാണട്ടെ. ചില ടീമിനൊക്കെ രണ്ടാമത്തെ ഗ്രൗണ്ട് കളിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ ചില IPL മാച്ചും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ നോക്കട്ടെ. ക്രിക്കറ്റ് താല്പര്യമുള്ളവർ നല്ലോണം ഉണ്ട്. ഈ മാച്ചിലും കൂടി സീരീസ് ജയിച്ച ശേഷം ഒരുമാതിരി നല്ല ആൾക്കൂട്ടമുണ്ടായിരുന്നില്ല ഇന്ന് ഒരു വിമൻസ് മാച്ചിന്. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു നല്ല മാച്ചുകൾ തിരുവനന്തപുരത്ത് വന്നാൽ അതിന് പിന്തുണ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. എനിക്ക് ഷെഫാലയുടെ കളി പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഞാൻ സത്യം പറയും, രണ്ടാളുടെയും കളി കണ്ടില്ലല്ലോ. ഞാൻ വെറും ഫോണിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വരുന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അത് ശരിയല്ല അത് പറയണത്. നമ്മളുടെ ഫീൽഡിങ് കുറച്ച് മെച്ചപ്പെടാതെ ഒരു സംശയമില്ല. നമ്മളുടെ ഫീൽഡിങ് പ്രാക്ടീസിന് കുറച്ചും കൂടി ജോലി എടുക്കാനുണ്ട് ഇവർക്ക്. അത് സഹായിക്കും. അതാണ് നമ്മുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും. ഇനി നമുക്കറിയില്ല, എല്ലാ ഈ സെലക്ഷൻ തീരുമാനങ്ങളെല്ലാം ന്യായം പ്രകാരമാണെങ്കിൽ സഞ്ജു കളിക്കണം നമ്മളുടെ സൈഡിൽ. പക്ഷെ നോക്കട്ടെ, അവസാനത്തെ മത്സരമാണ്. പക്ഷേ 2 വിക്കറ്റ് കീപ്പർ ഉണ്ടല്ലോ. അപ്പോൾ സഞ്ജുവിന് പ്രാധാന്യം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും ഉണ്ടാകും, 2 ആളും കൂടി കളിച്ചാൽ. അപ്പോൾ അത് നല്ലതാണ്. അടുത്ത മത്സരം കാണാൻ നോക്കട്ടെ. കുറച്ച് ഈ കാലത്ത് തിരക്കില്ല എന്ന് വിചാരിക്കണ്ട. നമ്മുടെ ഉപരാഷ്ട്രപതി വരുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക്. നമ്മുടെ ശിവഗിരിയിലത്തെ തീർത്ഥാടന സമയമാണ്. എനിക്ക് അവിടെ പ്രസംഗിക്കാനുണ്ട്.